നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിൽ സ്കൂട്ടർ കാറിലിടിച്ചതോടെ റോഡിലേക്ക് തെറിച്ചു വീണ 2.5 വയസ്സുകാരി ലോറി കയറി മരിച്ചു. തളിക്കുളം ത്രിവേണി കണ്ണൻ കേരൻ മണികണ്ഠന്റെ മകൾ ജാൻവിയാണ് മരിച്ചത്. സ്കൂട്ടർ കാറിന്റെ പിറകിൽ ഇടിച്ചതോടെയാണ് യാത്ര ചെയ്തിരുന്ന ജാൻവി റോഡിലേക്ക് തെറിച്ചു വീണത്. ഈ നേരം ഇതുവഴി പോയിരുന്ന ലോറി പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. തൽക്ഷണം മരിച്ചു. ബുധനാഴ്ച രാത്രി 9:55 അപകടം. വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ MA ആശുപത്രിയിൽ എത്തിച്ചു. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിന് സമീപം സ്കൂട്ടർ സൈക്കിളിലിടിച്ച് നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. സൈക്കിൾ യാത്രക്കാരനായ ചാമക്കാല സ്വദേശി പെരിങ്ങാട്ട് ശശിധരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിമ്പ്രം സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൽ മനാഫ്, ചന്ദ്രാപ്പിന്നി സ്വദേശി പണിക്കപ്പറമ്പിൽ സുസ്മിത, മതിലകം സ്വദേശി കാരയിൽ പ്രണവ്, വെമ്പല്ലൂർ സ്വദേശി മനയത്ത് രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ചന്ദ്രാപ്പിന്നി അൽ ഇക്ബാൽ മെഡിസിറ്റിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന MT ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മരിച്ചത്. മൃതദേഹം നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ അന്തേവാസികളായ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. E.T. ടൈസൺ മാസ്റ്റർ MLAയും ആൽഫയിലെ പ്രായം കൂടിയ അമ്മയും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പരസ്പരം മധുരം നൽകി സ്നേഹം പങ്കിടുന്നതോടൊപ്പം കഴിമ്പ്രം ദിലീപ്, അശ്വതി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നിനൊപ്പം അച്ഛനമ്മമാർ ചുവട് വെച്ചതും ആഘോഷത്തിന് മാറ്റുകൂട്ടി. മധു പണിക്കശ്ശേരിയുടെ സാക്സ്ഫോൺ വായനയോടൊപ്പം കുട്ടൻ ചന്ദ്രാപിന്നിയുടെ ചെണ്ടമേളം കൂടിയായപ്പോൾ ആഘോഷത്തിന്റെ അലയടികൾ വാനോളമുയർന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. അർജിത് മുഖ്യാതിഥിയായി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷാഹിൽ പുതിയ വീട്ടിൽ, സെക്രട്ടറി അക്ഷയ്, കൺവീനർ ഭിന്നി ആലപ്പാട്ട്, ട്രഷറർ PM ആദർശ്, ഷെമീർ എലയിടത്ത്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് അംഗങ്ങളായ MV നൌഷാദ്, ആരാദ് VP, VK അലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. ചട്ടങ്ങളും നിയമങ്ങളും വികലമായി വായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ പലപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങളിൽ ഉപദ്രവമായി മാറുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ശരിയായ വായനകളിലൂടെ ഇവ ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ സാധ്യമാകുമെന്നും ഇതാണ് നാടിനാവശ്യമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. വീട് സ്വപ്നമായി കഴിയുന്ന നിർധന കുടുംബങ്ങൾക്ക് നാട്ടിക മഹൽ ജമായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ UAE നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച 8ാമത്തെ ബൈത്തൂനൂർ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി K. രാജൻ. നാട്ടിക മഹൽ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. മഹൽ ഖത്തീബ് കബീർ ഫൈസി ചെറുക്കോട്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ, UAE നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് RA ബഷീർ, KS അബ്ദുൽ മജീദ്, മഹൽ ജനറൽ സെക്രട്ടറി KA ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റ് KA അഷ്റഫ്, ട്രഷറർ MK ആസിഫ് അലി, സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ബാലസംഘം സ്ഥാപക ദിനമായ ഡിസംബർ 28-ന് നടക്കുന്ന കാർണിവലിന്റെ ഭാഗമായി പോസ്റ്റർ ഒഴിഗാമി പരിശീലനം നടന്നു. ഈശൻ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പ്രസിഡന്റ് KY ഫാത്തിമ അധ്യക്ഷയായി. MV മുകേഷ്, NA പീതാംബരൻ, KK കൃഷ്ണൻകുട്ടി, സുരേഷ് താനാപറമ്പിൽ, കൺവീനർ VM കരീം, കോർഡിനേറ്റർമാരായ KV സധി, K സുജിത എന്നിവർ സംസാരിച്ചു. പ്രിയ ടീച്ചർ ക്ലാസ് എടുത്തു. 01 മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ ഹാപ്പി ക്രിസ്തുമസ് എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ റിലീസിംഗ് നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷനായി. മദ്യവിമോചന സമിതി സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ, വിനയൻ ഗുരുവായൂർ,
അനി കാട്ടുംപുറം, രാമചന്ദ്രൻ പള്ളിയിൽ, ചിന്നു രാഗ്, സുധീഷ് വാഴപ്പുള്ളി, സുജിത സനീഷ് എന്നിവർ സംസാരിച്ചു. കലാസാംസ്കാരിക സേവന രംഗത്ത് വിവിധ അവാർഡുകൾ നേടിയ അനിൽ മണലൂർ, വിനയൻ ഗുരുവായൂർ, രാമചന്ദ്രൻ പള്ളിയിൽ, ആനന്ദൻ കുറുവത്ത്, അനി കാട്ടുംപുറം, നിഹാരിക കുമാരി, ദക്ഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു വർഷത്തിനകത്ത് 40ഓളം ഷോർട്ട് ഫിലിമുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. പല രീതിയിലും ഒരു ഷൂട്ടിംഗ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും വലിയ സാമ്പത്തികമായിട്ട് ബാധ്യത വരുത്തി വയ്ക്കുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ മുകളിൽ 40 എണ്ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിലാണ് നമ്മളെല്ലാം പ്രദർശനം ചെയ്യുന്നത്. യൂട്യൂബിൽ തല്ലിക്കയറ്റമാണ്. ഒരു എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് വന്ന് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കണം, എടുക്കുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നന്നായി വരണം, കോസ്റ്റ്യൂംസ് നന്നായി വരണം. അങ്ങനെയുള്ള പല ചേരുവകളും ചേർന്ന് വന്നെങ്കിൽ ഒരു നല്ല മികച്ച കലാരൂപമായിട്ട് നമുക്കൊരു യൂട്യൂബിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അത് മനസ്സിലാക്കുന്നു. എന്നാലും ഇതൊക്കെ മറികടന്നുകൊണ്ട് 40ഓളം ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും മഹനീയമായിട്ടൊരു കാര്യമായിട്ട്. നാട്ടിക ശ്രീകൃഷ്ണപുരം വെള്ളാഞ്ചേരി ജയപ്രകാശിന്റെ ഭാര്യ രാധ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. മക്കൾ ലൈത, മിഥു. സംസ്കാര കർമ്മം വെള്ളി രാവിലെ 10-ന് സ്വവസതിയിൽ നടക്കും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.